ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബ, ആരെങ്കിലും ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആലോചിച്ചുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു മനുഷ്യനങ്ങ് ഒരു തുള്ളി കണ്ണുനീർ ഒലിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ മനുഷ്യൻ നാളെ മഹ്ശറാവൻ സഭയിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ കോടാനിക്കോടി വരുന്ന ജീവജാലങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ ആ മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസുണ്ടല്ലോ, ആ തുലാസിലേക്ക് അവന്റെ കണ്ണിൽ നിന്ന് ഒലിച്ച കണ്ണുനീർ തുള്ളികളെ അല്ലാഹു വെച്ചു കൊടുക്കുകയും ആ കണ്ണുനീർ തുള്ളികൾ ഹബീബാ നബി തങ്ങൾ പറയുകയാണ്, ആ കണ്ണുനീർ തുള്ളികൾ വിശുദ്ധമായ ഉഹദ് മലയുടെ ഭാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, നീ തൗഫീഖ് നൽകണേ അല്ലാ. പോരാ, തീരുന്നില്ല. നബിതങ്ങൾ പറയുകയാണ് രണ്ടാമത്തെ ഹദീസിലൂടെ, അല്ലാഹുവിന്റെ ഹബീബാ നബിതങ്ങൾ പറയുകയാണ്, സ്വഹാബ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് കരയാൻ കഴിഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീർ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൻ നരകത്തിൽ കടക്കുന്നതല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവനിക്ക് നരകമുണ്ടാകുന്നതല്ല, അവൻ നരകത്തിൽ കടക്കുന്നതല്ല. കാരണം നബിതങ്ങൾ ഇങ്ങനെയാണ് ഹദീസ് പറയുന്നത്, അതായത് ഒരു മനുഷ്യൻ പശുവിന്റെ അകടിൽ നിന്ന് അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ അകടിൽ നിന്ന് അവൻ പാലിനെ കറന്നെടുത്താൽ ആ പാലിനെ അകടിലൂടെ ആ മുലപ്പാലിന്റെ ആ മുലക്കണ്ണിയുടെ ഉള്ളിലൂടെ ആ പാലിനെ അകടിലേക്ക് തന്നെ മടക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. എന്നാൽ അതുപോലെ തന്നെയാണ് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരയുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരയുന്ന കണ്ണുനീർ തുള്ളികൾ ഉണ്ടല്ലോ, അവരൊരിക്കലും നരകത്തിൽ കടക്കുന്നതല്ല. ഏതുവരെ അകടിൽ നിന്ന് ഒലിച്ചിറങ്ങിയ പാലുകൾ തിരിച്ച് ആ മുലക്കണ്ണിയിലൂടെ തിരിച്ചുള്ളിലേക്ക് തന്നെ പോകുന്ന കാലത്തോളം അവൻ ഒരിക്കലും നരകത്തിൽ കടക്കുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, തീരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നതിന്റെ ഫളായിലുകൾ ഉണ്ടല്ലോ. ഒരു ദിവസം മിമ്പറിൽ വെച്ചുകൊണ്ടങ്ങ് പ്രസംഗിക്കുകയാണ്. മിമ്പറിൽ വെച്ചുകൊണ്ട് ഹബീബാ നബി തങ്ങൾ ഉണ്ടല്ലോ, കരയുന്നതിന്റെ വിഷയം ഹബീബാ നബി തങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ, ഞാൻ അറിഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾ അറിയുമായിരുന്നു എങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ കുറച്ചേ ചിരിക്കുകയുള്ളൂ, അധിക സമയവും നിങ്ങൾ കരയുമായിരുന്നു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ അറിയുന്ന വിഷയങ്ങളുണ്ടല്ലോ, നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അദാബ്, നരകലോകത്തിന്റെ അഗ്നികള്, നരകലോകത്തിൽ മനുഷ്യന്മാരെ ശിക്ഷിക്കുന്ന രംഗങ്ങള്, അതുപോലെ തന്നെ നരകലോകത്തിന്റെ അദാബുകള്, ഖബറിന്റെ ശിക്ഷകള്, മഹ്ശറാ ലോകത്തിലുള്ള അല്ലാഹുവിന്റെ കഠോരമായ ഹിസാബുകള്, ഈ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ അറിയുന്ന വിഷയങ്ങളെല്ലാം നിങ്ങൾ അറിയുമായിരുന്നു എങ്കിൽ നിങ്ങൾ തോനെ ചിരിക്കുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. എന്നിട്ട് മഹാന്മാരായ സ്വഹാബത്ത് പറയുകയാണ്, ഈ ഒരു വിശുദ്ധമായ ഈ ഒരു വിശുദ്ധമായ പ്രഖ്യാപനം അങ്ങ് കടന്നു വന്നപ്പോ പിന്നെ സ്വഹാബത്ത് മതിമറന്ന് ചിരിച്ചിട്ടില്ല. ആ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സ്വഹാബത്ത് എല്ലാവരും അതാ
തന്റെ കൈകൾ മുഖത്തേക്ക് വെക്കുകയാണ്. എന്നിട്ട് വിങ്ങി 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 കരയുകയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. വിങ്ങി 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 കരഞ്ഞു പോയല്ലോ സ്വഹാബത്ത്. നോക്കൂ നിങ്ങൾ, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 മകളെ കല്യാണം കഴിക്കാൻ ഭാഗ്യക്കാരനായ 2 പെൺമക്കളെ കല്യാണം കഴിച്ച ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമ എന്ന പേര് പോലും സ്ഥാനപ്പേര് പോലും സ്ഥാനപ്പേരിന് അർഹതയുള്ള മഹാനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ മുതലാളിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ മദീനത്തെ പള്ളിയില് ഒരു ജൂതന്റെ കയ്യിൽ ഒരു കിണറുണ്ടായപ്പോ ആ കിണറ്റിലുള്ള വെള്ളം മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാത്തൊരവസ്ഥ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിച്ചിട്ടില്ലേ, സ്വഹാബാ സ്വഹാബാ, ആരാണ് ആ ജൂതന്റെ കയ്യിൽ നിന്ന് കിണറിനെ വിലക്ക് വാങ്ങുക? ആ കിണർ വിലക്ക് വാങ്ങുന്നവന് സ്വർഗമുണ്ടെന്ന് റസൂൽ തങ്ങൾ പറഞ്ഞപ്പോ മഹാനാകുന്ന മുതലാളിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞിട്ടില്ലയോ, ഞാൻ വാങ്ങിക്കോളാ നബിയെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആ ജൂതന്റെ കയ്യിൽ നിന്ന് വല്ലാത്ത കാശ് കൊടുത്തുകൊണ്ട് ആ ജൂതന്റെ കയ്യിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കിണർ വാങ്ങിയിട്ട് സമൂഹത്തിന് സമർപ്പിച്ചിട്ടില്ലയോ? ഹബീബിന്റെ കാലത്ത് പട്ടിണിയായപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നിട്ടില്ലയോ? വലിയ കച്ചവടക്കാരനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, വലിയ ധനാഢ്യനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ആയിരക്കണക്കായ ഒട്ടകങ്ങള് മദീനയുടെ അങ്ങാടിയിലേക്ക് കടന്നു വരികയാണ്. ജനം മുഴുവനും പട്ടിണിയിലാണ്, ആർക്കും ജോലിയില്ല, എല്ലാവരും ബേജാറിലാണ്, വിഷമത്തിലാണ്, എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ചരക്കുമായിട്ട് വാഹനം വരുന്നത്. സ്വഹാബത്തെല്ലാവരും ചോദിച്ചിട്ടില്ലയോ, ഉസ്മാൻ തങ്ങളെ ഞങ്ങൾക്ക് ഇത്ര ലാഭത്തിന് തരുമോ, ഞങ്ങൾ എടുക്കട്ടെ, ഞങ്ങൾ 2 ദിർഹമിന് ലാഭം തരാം, നിങ്ങൾ തരുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. ചിലർ പറഞ്ഞു 3 ദിർഹം, ചിലർ പറഞ്ഞു 3 ദീനാർ. അങ്ങനെ ദീനാറുകളും ദിർഹമുകളും ഇങ്ങനെ ഓഫർ ചെയ്തപ്പോൾ അവസാനം സ്വഹാബത്ത് പറഞ്ഞെത്തിച്ചു 5 ദീനാറുകളും 5 ദിർഹമുകളും ഞങ്ങൾ തരാം. ആ സമയത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നിങ്ങളതല്ലേ എനിക്ക് ലാഭം തരുകയുള്ളൂ, എന്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, എനിക്ക് 10 ദീനാറും 10 ദിർഹമും എനിക്ക് ഓഫർ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും എനിക്ക് പണം തരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ഒട്ടകങ്ങളുടെ ശരീരത്തിലുള്ള മുഴുവൻ കച്ചവട വസ്തുക്കളെയും മദീനത്തെ പട്ടണത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണമായി കൊടുത്ത മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസാന ഘട്ടത്തില് മഹാനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ആളുകൾ കൊല ചെയ്തതാണ്, ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ ദുൽഹിജ്ജ കഴിഞ്ഞിട്ട് 14ാമത്തെ ദിവസത്തില് ഒരു വ്യാഴാഴ്ച മഹാനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നോമ്പ് നോറ്റിട്ടുണ്ട്. പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ചയിലല്ലയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കടന്നു വന്നത്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് മഹാനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഉണ്ടല്ലോ, മഹാനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ആ സമയത്ത് നോമ്പുകാരനാണ്. കാരണം തലേന്നത്തെ ദിവസത്തിൽ നോമ്പ് തുറപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ നോമ്പുകാരനായി ഷഹീദായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, സ്വർഗ്ഗം കൊണ്ട് വാഗ്ദത്തം നൽകിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉസ്മാനെ നിങ്ങൾ സ്വർഗ്ഗത്തിലാണ്. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10ഓളം സ്വഹാബിമാരുടെ കൂട്ടത്തില് 3ാമത്തെ ആളാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ തങ്ങളുണ്ടല്ലോ, അവരുടെ 2 കവിളിന്റെ ഈ ഭാഗങ്ങളില് കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു, കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. അതിന് കാരണം സ്വഹാബത്ത് പറയുന്നത് ആദ്യമേ
ഉസ്മാൻ തങ്ങളുടെ കവിളിന്റെ ഭാഗത്തിലൂടെ കറുത്ത പാടുകൾ ആദ്യമേ ഇല്ലായിരുന്നു. പിന്നെങ്ങനെയാണ് ആ പാടുകൾ വന്നതെന്നറിയോ? അള്ളാഹുവിനെ ഭയന്ന് 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 കരഞ്ഞ് 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 കണ്ണുനീരുകൾ ഒലിച്ചൊലിച്ചൊലിച്ചിറങ്ങിയിട്ട് ആ ഭാഗത്തിൽ കറുത്ത പാടുകൾ പോലും ഉണ്ടായിരുന്നോ എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് കടക്കുന്ന സ്വർഗമല്ലയോ ഞാനും നിങ്ങളും ചോദിക്കുന്നത്? അവകാശമാണ് നമുക്കുള്ളത്. കടക്കേണ്ടയോ അവരുടെ കൂടെ സ്വർഗത്തിലേക്ക്? എന്റെ ഉമ്മ ഒരു തുള്ളി കണ്ണുനീരെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇടക്കിടക്ക് കരയാൻ വേണ്ടി സ്വഹാബത്തിനോട്, സ്വഹാബാ 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 എനിക്കൊന്ന് കരയണം സ്വഹാബാ, എനിക്കൊന്ന് കരയണം സ്വഹാബാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വിശുദ്ധമായ ഖുർആൻ പാരായണം എനിക്ക് നിങ്ങൾ ഓതിത്തരണം സ്വഹാബാ. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുകയില്ലയോ, അല്ലയോ നബിയെ ഞങ്ങൾ നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തരുകയോ, ഞങ്ങൾ നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തരുകയോ, നിങ്ങളിലേക്കല്ലയോ ഖുർആൻ ഇറക്കിയത്, എന്തിനാ നബിയെ ഞങ്ങൾ നിങ്ങളിലേക്ക് ഖുർആൻ ഓതിത്തരുന്നത്? ആ സമയത്ത് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, സ്വഹാബ എനിക്ക് ഖുർആൻ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്, കേൾക്കുന്നത് പോലും കൂലിയുള്ള സംഗതിയാണല്ലോ. അങ്ങനെ സ്വഹാബത്ത് ഓതിക്കൊടുക്കും നല്ലതുപോലെ ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകൾ മഹാനാകുന്ന നബി തങ്ങൾക്ക് ഖുർആൻ അങ്ങോതി കൊടുക്കുന്നതാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അത് കേട്ടുകൊണ്ട് കരയുമായിരുന്നു കരയുമായിരുന്നു കരയുമായിരുന്നു. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ കണ്ണുകൾക്കും കരയാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്.